നമസ്കാരം. മധ്യപ്രദേശിലെ മൂന്നാമത്തെ വലിയ നഗരമായ ജബൽപൂരിലാണ് ഉള്ളത്. ജബൽപൂരിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നൊരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ജബൽപൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഇത് തൊട്ട് മുന്നിൽ. ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റും ബാക്ക് ഗേറ്റും ഏകദേശം സെയിം തന്നെയാണ്. അതിലേക്കൊക്കെ നമുക്ക് പോവാം. അതിന് പുറമെ തന്നെ ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട് റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂമിൽ. അതിവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. നമുക്ക് അത് കണ്ടതിന് ശേഷം പുറത്തെ കാഴ്ചകളിലോട്ട് പോവാം. നമ്മുടെ ഫ്ലാഗ് വരുന്നത് ഇവിടെയാണ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ അങ്ങ് അവിടെ മുതൽ ഇത് ഇങ്ങനെ ഈ ഒരു ഭാഗം വരെ വ്യാപിച്ച് കിടക്കുകയാണ്. അവിടെ ജബൽപൂർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പഴയ ലോക്കോമോട്ടീവ് ഉണ്ട്, പശ്ചിം മധ്യ റെയിൽ. അതുപോലെ തന്നെ ഈ ഒരു റിട്ടയർ റൂം വരുന്നത് ഈ ഒരു ജബൽപൂരിൽ നിന്ന് എഴുതിയ ഒരു ഭാഗം കണ്ട ആ ഒരു ഭാഗത്താണ് വരുന്നത്. നേരെ അകത്തോട്ട് കയറാൻ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ അകത്തേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോകേണ്ട ഭാഗം ഇത്. ഇവിടെയാണ് റിട്ടയറിംഗ് റൂം, വേ ടു റിട്ടയറിംഗ് റൂം. നിങ്ങളിങ്ങനെ വരുമ്പം തന്നെ ഈ നമ്മുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ഇതുണ്ടാവില്ലോ, റിസപ്ഷൻ ഉണ്ടാവുമല്ലോ, അത് ഇവിടെയാണ്. ഇവിടെ ആളുണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൈസ് ലിസ്റ്റാണിത്. AC ഡോർമെറ്ററിയും നോൺ AC ഡോർമെറ്ററിയും ഉണ്ട്. അതുപോലെ തന്നെ റൂമും ഉണ്ട്. അതിൻ്റെ ഒരു ഫെയർ ആണിത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ചോ. ഈ ഒരു വഴി നേരെ നമുക്കിനിയിപ്പോൾ നമ്മുടെ റൂമിലോട്ട് പോവാം. അതുപോലെ ഇവിടെ ഉണ്ടല്ലോ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കുർള എക്സ്പ്രസ്. അതായത് പലരും നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സിനെയാണ് കുർള എക്സ്പ്രസ് എന്ന് പറയുന്നത്. ശരിക്കും കോയമ്പത്തൂരിൽ നിന്ന് ലോകമാന്യത്തിലേക്ക് പോകുന്ന ഈ ഒരു ട്രെയിനാണ് കുർള എക്സ്പ്രസ്. ഇത് ലോണാവാലയിൽ നിന്ന് പകർത്തിയൊരു ഫോട്ടോയാണ്. പഴയ നീല ICF കോച്ച്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മുകളിലോട്ടാണ് കയറേണ്ടത്. സ്റ്റെപ്പ് ഉണ്ട്. ഇത് ഡോർമെറ്ററി. ഈ വഴി കയറി പോവാം. സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടുന്ന് നേരെ നമ്മുടെ ഇതൊക്കെ വരുന്ന റൂം ഇങ്ങോട്ടും ഉണ്ട്. നമ്മുടെ റൂം വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ. AC ഉണ്ട്, നോൺ AC ഉണ്ട്. അതിൽ ഞങ്ങളടുത്ത് AC റൂമാണ്. അത് നേരെ ഇതാ ഈ ഒരു ഭാഗത്ത് വെക്ക് AC റൂമാണ്. 12, 13. നമ്മുടെ റൂം വരുന്നത് 14. ഇപ്പോൾ വാതിൽ തുറക്കൂ നവീൻ. ചോയ്യോ, ചൂട് ഒരു രക്ഷയില്ല. ഡോറ് തുറന്ന് കയറിക്കഴിഞ്ഞാൽ റൂം ഇങ്ങനെ ഉണ്ടാവുക. 2 ബെഡ് ഉണ്ട്. അതിന് മുന്നേ തന്നെ ഈ റൂമിൻ്റെ അകത്ത് ഉള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം കാണേണ്ടത്. ഡോറ് അവിടെ ക്ലോസ് ചെയ്തോ. AC ആണ്. ഞങ്ങളിപ്പോൾ ഓണാക്കിയില്ല, കാരണം ഞങ്ങൾക്കിപ്പോൾ ആദ്യം പുറത്ത് പോകണമല്ലോ. അതുകൊണ്ട് ഇപ്പോഴും ഓണാക്കേണ്ട കാര്യം വരുന്നില്ല. ചാർജിങ് സോക്കറ്റ് ഇവിടെ തന്നെ 4 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആയാലും കൊളുത്തിട്ട് ഇടാം. പിന്നെ ഇതൊരു വലിയൊരു ഷെൽഫാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ലഗേജൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാം. വലിയ ഷെൽഫാണ്. നല്ലോണം സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് കൂടെ തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അവിടെ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു നമുക്കൊരു ചെറിയൊരു ഡെസ്ക് ഉണ്ട്. 2 നല്ല സോഫ തന്നെ ഉണ്ടല്ലേ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നമ്മൾ കോയമ്പത്തൂരിലുണ്ടല്ലേ ഇങ്ങനത്തെ ഒരു സോഫ. പിന്നെ ഞാൻ കാരണം അല്ലേ തീർച്ചയായും. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇവിടെ ഒരു കടുവക്കുട്ടനൊക്കെ ഉണ്ട്. ഇതാ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ളത് നമ്മുടെ ഊട്ടി ട്രെയിൻ, നീൽഗിരി ഹിൽസ് കണ്ട. നല്ല അടിപൊളി ഒരു ഫോട്ടോ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നത് ഇവിടെയും, ബാത്റൂം വരുന്നത് ഇവിടെയും, പിന്നെ വാഷ് ഏരിയ വരുന്നത് ഇവിടെയും. പിന്നെ ഇവിടെ എന്നുള്ളത് നമുക്ക് ഈ വേസ്റ്റൊക്കെ കൊണ്ടുവരേണ്ടതാണ്. ഇതാ ഇവിടെയൊക്കെ വലിയ മിററൊക്കെ ഉണ്ട്. ഒരുപാട് സ്പേസ് ഉണ്ട്. അതാണ് മെയിനായിട്ട്. ഇതാ ഇവിടെയും ചാർജിങ് സോക്കറ്റൊക്കെ ഉണ്ട്. നല്ല സ്പേസ് എല്ലായിടത്തും ഉണ്ട്. അതിന് പുറമെ തന്നെ ഫാനും ഉണ്ട്. നല്ല അടിപൊളി റൂം തന്നെയാണല്ലേ. ഫാന്റെ കാര്യം AC ഇട്ടാലും ഫാൻ ഇട്ടാലും ഇവിടുത്തെ ചൂടിന് ഒരു എന്താ പറയാ, ഒരു ശമനൂല. അതെ. ഇനി ഒരു റിട്ടയർ റൂം ബുക്ക് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ പറയാം. ഞങ്ങളിവിടെ 12 മണിക്കൂറിന്റെ സ്ലോട്ടാണ് എടുത്തത്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ. ഈ ഒരു ജബൽപൂർ റിട്ടയർ റൂം കുറച്ച് ഡിഫറെന്റ് ആണ്. കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് റിട്ടയർ റൂം ബുക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പീരീഡ് ഉണ്ട്. അതായത് 12 മണിക്കൂറാണേ. 12 മണിക്കൂർ 24 മണിക്കൂറുണ്ട്. രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ 12 മണിക്കൂറിന് സ്ലോട്ടായി. അതുപോലെ തന്നെ രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെ. അങ്ങനെയാണ് അവിടുത്തെ ഒരു പീരീഡ് വരുന്നത്. പക്ഷെ ഇവിടെ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക്
ചെക്കിങ് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എടുത്തത് രാവിലെ 9 മണി ടു രാത്രി 9 മണി വരെ. നമുക്ക് ഇഷ്ടമുള്ള 12 മണിക്കൂർ നമുക്ക് ഇവിടെ സെറ്റ് ആയിരിക്കും. അത് ഒരു കണക്കിന് ഉപകാരം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 12 മണിക്കൂറിന്റെ ചാർജ് വന്നത് 520 രൂപയാണ്. ഞങ്ങൾ ഈ ഒരു റൂം തന്നെ എടുക്കാനുള്ള വേറൊരു റീസൺ എന്താണെന്ന് അറിയോ? ഇവിടുത്തെ നോൺ എ സി ഡോർമെറ്ററി ഉള്ളത് വലിയൊരു ഹാള്, അതിൻ്റെ അകത്ത് കുറെ ബെഡുകൾ വിരിച്ചിട്ടാണുള്ളത്. കാരണം അതിനത്ര ഒരു പ്രൈവസി തോന്നില്ല. നമ്മള് ബാഗൊക്കെ വെച്ച് പോകുമ്പോൾ ഒരു ഇത് നോക്കണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്. പിന്നെ കീ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തത്. പിന്നെ വലിയൊരു എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഒരു സമയത്ത് നല്ല ചൂടാണ്. എന്തായാലും AC റൂം തന്നെ വേണം. കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്ക് നേരെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ജബൽപൂർ റെയിൽവേ സ്റ്റേഷന്റെ 4ാം നമ്പർ പ്ലാറ്റ്ഫോം ആണിത്. ഈ ഒരു സ്റ്റേഷന്റെ കോഡ് വരുന്നത് JBP എന്നാണ്. ഇവിടെ ഇതാ ജബൽപൂരിനൊക്കെ എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു ബോർഡ്. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വലിയൊരു പ്രത്യേകതയുണ്ട്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ 6 പ്ലാറ്റ്ഫോം ഉണ്ട്. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനാണ് ഇവിടെ. അതുപോലെ തന്നെ ഈ ജബൽപൂരിൽ നമ്മുടെ കേരളത്തിലേക്കാകെ 2 വണ്ടികളേ ഉള്ളൂ. ഒന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് ശനിയാഴ്ച വാരണാസി വഴി പട്നയിലേക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ്. അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നേരിട്ട് ഇവിടത്തേക്ക് ജബൽപൂരിലേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്. ഈ 2 ട്രെയിനുകൾ മാത്രമേ ഇവിടത്തേക്ക് ഉള്ളൂ. റെയിൽവേ സ്റ്റേഷന്റെ പുറകു ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു പഴയൊരു കോച്ച് ഉണ്ട്. ഇതാ നമ്മൾ നേരെ ഇനിയിപ്പോൾ ടൗണിൻ്റെ ഭാഗത്തോട്ട് നടന്നു പോവാണ്. ഇവിടെ തന്നെ ബസ്സുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ ഇതിൻ്റെ മുൻഭാഗം പുറഭാഗം ഏകദേശം ഒന്നാണെന്ന്. പഴയ ഒരു കോച്ചാണിത്. നല്ല ചൂടാണ്, നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ നമുക്ക് വണ്ടികളൊക്കെ കിട്ടും, ബാറ്ററി വണ്ടികളൊക്കെ കിട്ടും. അവരൊക്കെ വന്ന് ചോദിക്കുക എങ്ങോട്ട് പോകണം ബായി, എങ്ങോട്ട് പോകണം. ഞങ്ങൾ പറയും എങ്ങോട്ടും പോകണ്ടാണ്. മാപ്പ് കാണിക്കുന്നത് എങ്ങോട്ടാ? നമ്മളുണ്ടല്ലോ ഇപ്പം ആദ്യം പോകുന്നത് നമ്മുടെ ഇവിടുത്തെ മധ്യപ്രദേശ് ഹൈക്കോടതിൻ്റെ ഭാഗത്തേക്കാണ്. ഇവിടുന്ന് കൃത്യം 500 മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ 6ാം നമ്പർ ആ ഒരു പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഭാഗം. അപ്പം എന്ന് വെച്ചാൽ ഈ ജബൽപൂർ വരുന്നത് മധ്യപ്രദേശിന്റെ ജുഡീഷ്യൽ ക്യാപിറ്റലാണ്. ഇവിടെ കുറച്ച് മാനിന്റെ സ്റ്റാച്ചുകളൊക്കെ ഉണ്ട്. നേരെ ഇതുവഴി തന്നെ നടക്കാം. ഇവിടെ ചെറിയ ഒരു പെട്ടിക്കടകളാണ് ഉള്ളത്. വലിയ റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല ഇവിടെ. ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങ് പുറത്ത് വേണം. പിന്നെ ഇവിടെ തന്നെ ആയിട്ട് 24/7 റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതാ ഇപ്പോൾ ഇവിടെയും വന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. അതായത് ഈ ഒരു 6ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഭാഗമില്ലേ, അവിടെ തന്നെയാണ് ഈ ഒരു റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അടിപൊളിയാണല്ലോ. നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തേക്ക്. മധ്യപ്രദേശ് ഹൈക്കോടതിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. നമുക്ക് അങ്ങനെ അധികം അവിടത്തേക്ക് ക്യാമറ തിരിക്കാൻ പറ്റില്ല, കാരണം എല്ലായിടത്തും പോലീസുകാരാണ്. അപ്പം ഇതും കൂടെ ഇവിടെ വന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതും കൂടെ കാണാൻ പറ്റും. ഹൈക്കോടതി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഒരു ഗാർഡനിലേക്കാണ്. അവിടത്തേക്ക് കുറച്ച് പോകാനുണ്ട്. ഇതുവഴി തന്നെ നേരെ തന്നെയാണ് ഉള്ളത്. നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ഹൈക്കോടതി ഇവിടുന്ന് നല്ല രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്ത സ്ഥലത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 2.5 കിലോമീറ്റർ. നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് ബവർദ എന്ന് പറഞ്ഞ ഒരു ഗാർഡനിലേക്കാണ്. നമുക്ക് നല്ല ബാറ്ററി വണ്ടി കിട്ടുമോ നോക്കാം. ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് പോകാൻ പരമാവധി നോക്കാം. ഓട്ടോ വേണ്ട, ബാറ്ററി വണ്ടി ആക്കുന്നത് തന്നെയാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ഓട്ടോനെക്കാട്ടിയും പൈസ കുറവ് ശരിക്കും പറഞ്ഞാൽ അതിനാ. ഈ ഒരു ഭാഗത്തായിട്ടുണ്ടാവും ഒരുപാട് വണ്ടികൾ. അതാ പോകുന്നതാണെന്നില്ലേ. എന്തായാലും അവിടെ നിർത്തും അവരൊക്കെ. നല്ല അടിപൊളി റോഡുകളാണ് ഈ ഒരു മധ്യപ്രദേശിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ. 2 വരി 4 വരി പാത തന്നെയാണ്. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ഒരു വണ്ടിയും വരില്ല. അതെപ്പോഴും അങ്ങനെ ഉണ്ടാവുള്ളൂ. നേരത്തെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എൻ്റെ പൊന്നോ വണ്ടികൾ കാരണം നടക്കാൻ പറ്റില്ല അല്ലേ. വെയിറ്റ് ചെയ്യാം, എന്തായാലും വരും. ആ വരുന്ന വണ്ടിയിൽ ആളുണ്ടോ ചോദിച്ചാൽ ഉണ്ടായാലും. ഇതേ നമ്മളിവിടുന്ന് ഒരു ബാറ്ററി വണ്ടി കയറിയിരിക്കുകയാണ്. 2 പേർക്കും കൂടെ 50 രൂപയാണ് ചേട്ടൻ പറഞ്ഞത്. ഈ ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ നല്ല രസമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഓട്ടോനെ കാട്ടി എനിക്ക് സുഖം തോന്നുന്നത് ഇതാണ്. പൊല്യൂഷനും ഇല്ല അല്ലേ. എന്തുകൊണ്ട് അടിപൊളി തന്നെ. നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ബാറ്ററി വണ്ടികളുണ്ട്. ഇനി നോർത്ത് ഇന്ത്യയിലത്തെ ഏത് നഗരത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറവാണല്ലോ. നമ്മുടെ കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടി വന്നാൽ വേറൊരു ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ബ്ലോക്കായിരിക്കും.
ഇവിടെ ഏത് ഭാഗത്തേക്ക് എടുത്താലും അടിപൊളി റോഡുകളാണ്, അങ്ങനെ ഇന്ന റോഡൊന്നുമില്ല. ശരിക്കും നട്ടുച്ചക്കാണ് ഒരു ഗാർഡനിലേക്ക് പോകുന്നത്. നമ്മുടെ ടൈമിങ് അങ്ങനെ ആയിപ്പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മെയിൻ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇൻകം ടാക്സ് ചോക്ക്, റസൽ ചോക്ക്, അങ്ങനെ ഒരുപാട് ചോക്കുകളുണ്ട്. ഇത് ഓൾഡ് നാപ്പിയർ ടൗൺ ആണ്. ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഒരു ജംഗ്ഷനാണ്. ഇവിടെ ഈ ഒരു വഴിയാണ് അവിടത്തോട്ട് പോകുന്നത്. അങ്ങനെ വീണ്ടും ഇങ്ങോട്ട് തെറ്റുകയാണ്. ബവർദാൽ ഗാർഡന് മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. ഇതാ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇത് ഉച്ച സമയം ആയതുകൊണ്ട് ഇപ്പോൾ ക്ലോസ് ആണോ ഒരു ഡൗട്ട് ഉണ്ട്, കാരണം ഗേറ്റൊക്കെ അടച്ചതുകൊണ്ടാണ്. അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്, അവിടെ പോയി ചോദിച്ചിട്ട് വരാം. നല്ലൊരു പെടൽ തന്നെയാണ് കിട്ടിയത്, കാരണം ഈ ഒരു ഗാർഡൻ 3 മണിക്ക് ശേഷം മാത്രമേ ഓപ്പൺ ആവുള്ളൂ. നമുക്ക് പോയിട്ടിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടായിരുന്നു. നമുക്ക് നല്ലൊരു മിസ് തന്നെയാണ് ഇവിടെ ജബൽപൂർ വന്നിട്ട് കിട്ടിയത്. കാരണം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഗാർഡനായിരുന്നു. ഒരുപാട് കാണേണ്ടതുണ്ട്. 3 മണിവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഇപ്പം ഏകദേശം 12 മണി ആയതേ ഉള്ളൂ. എന്ത് ചെയ്യാനല്ലേ? അതെ, അത് പിന്നെ എന്താണെന്ന് അറിയില്ല, ഗാർഡൻ ഈ സമയത്ത് ക്ലോസ് ആവാൻ കാരണം. ഈ ഒരു ഭാഗത്ത് മുഴുവനും മുളയാണ്. ഇതുകൊണ്ടതാ ഇതുള്ളത് കൊണ്ട് തന്നെ നല്ല തണലാണ് ഇതിൻ്റെ അകത്ത്. ഇതുവഴിയൊക്കെയാണ് നടന്നു പോകാനുള്ള ആ ഒരു വഴിയൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു മുള ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നല്ല തണലാണ്. ഈ ജബൽപൂർ എന്ന് പറയുന്നത് മധ്യപ്രദേശിന്റെ ഒരു സാംസ്കാരിക തലസ്ഥാനമാണ്. ജബൽപൂരിൽ തന്നെ ഒരുപാട് നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു വാട്ടർഫാൾസ് ഉണ്ട്, ദുന്ദർ വെള്ളച്ചാട്ടം. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ അധികം ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബേദ്ഘട്ട് എന്ന് പറഞ്ഞ സ്ഥലം. ബേദ്ഘട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ മാർബിൾ റോക്സ് ആണ്, അതായത് മാർബിൾ പാറ നിറഞ്ഞൊരു സ്ഥലമാണ്. അതിൻ്റെ ഇടയിലെ കൂടെ നമുക്ക് നർമ്മദ നദിയിലൂടെ ഒരു ബോട്ട് യാത്രയൊക്കെ ഉണ്ട്. അതും ഇതേപോലെ തന്നെ ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്ററിന് അധികം പോകാനുണ്ട്. പിന്നെയുള്ള മറ്റു സ്ഥലം എന്ന് പറഞ്ഞാൽ മദൻ മഹൽ ഫോർട്ടാണ്. ഈ പറഞ്ഞ 3 ഇവിടുത്തെ പ്രധാനപ്പെട്ട എന്താ പറയുക ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ജബൽപൂർ എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ചും മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വന്യജീവി സങ്കേതങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഈ പറഞ്ഞ ജബൽപൂർ. ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങളിപ്പോൾ പോകാത്തതിൻ്റെ റീസൺ എന്താ അറിയോ? ഈ ഒരു ചുട്ടുപൊള്ളുന്ന വെയിൽ തന്നെയാണ്. അവിടത്തേക്ക് പോകേണ്ട സമയം ഇപ്പോൾ ഇതല്ല. പിന്നെ വേറെന്ത് ചെയ്യാനാ? ആകെ ഉണ്ടായിരുന്ന ഞങ്ങൾക്കൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാർഡൻ തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പോയി ഇരിക്കാന്നുള്ളതായിരുന്നു. അങ്ങനെ അതും പോയി. ഞങ്ങളിവിടുന്ന് ഒരു ബാറ്ററി വണ്ടിക്ക് കയറി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് തന്നെ പോവുക. വന്ന അതേ വഴി തന്നെയാണ്. ഞങ്ങളിതാ ജബൽപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കടകളിലൊക്കെ മൊത്തം പാൻ മസാലകളാണ് കൂടുതലും കിട്ടുക. ഈ ഭാഗത്ത് മുഴുവൻ അതേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷൻ, ബസ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇത് 6ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗമല്ലേ, നമുക്ക് 1ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഒരു ഭാഗത്തേക്ക് പോകാം. അവിടുന്ന് ഞങ്ങളിനി പോകുന്നു ഒരു കിടിലൻ സ്ഥലത്തേക്ക്. ഇവിടെ ജബൽപൂരിൽ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. എന്നാൽ പിന്നെ അവിടെ അതുണ്ടായിട്ട് പിന്നെ ഞങ്ങൾ ഇവിടം വരെ വന്നിട്ട് പോകാതെ നിൽക്കുന്ന ഒരു മോശമല്ലേ? അവിടെ പോയിട്ട് ഉച്ചയ്ക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. ഇപ്പോൾ സമയം കറക്റ്റ് 1 മണി. 1.5 കിലോമീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഈ ഒരു വഴിയാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. നവിത ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് സെറ്റായി നടക്കുന്നുണ്ട്. ഇവിടെ മരത്തണലുള്ളതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം വരുന്നില്ല, തണലുണ്ട്. ഒരു സർക്കിളിലെത്തി. ഇവിടുന്ന് നേരെ ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ മുഴുവനും ആർമി ക്യാമ്പുകളാണ് ഉള്ളത്. അപ്പം നമുക്ക് ആർമി ക്യാമ്പിൽ നിന്ന് നോക്കി വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ.
നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ഏകദേശം എത്താനായി. ഒരു 600 മീറ്ററും കൂടെ ഉള്ളൂ. ഇവിടെ കോർബ ക്യാൻറ്റീനൊക്കെ കണ്ട, അത് ആർമി ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്കുള്ള റൂട്ടാണ്. നമുക്കിനി ഇവിടുന്ന് നേരെ റൈറ്റിലേക്ക് ഇതുവഴി. ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഈ ഒരു സൈക്കിൾ റിക്ഷ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതിന് വരായിരുന്നു. അവിടെ എവിടെയും കണ്ടില്ല. ഈ കൊടും ചൂടത്ത് നടക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. ഇങ്ങനൊരു വഴിയാണ് കാണിക്കുന്നത്. ഒരു 100 മീറ്ററും കൂടെ പോകാനുണ്ട്. അങ്ങനെ നടന്ന് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഈ ഒരു ഇതുള്ളത്. ഞങ്ങളിവിടെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണേ. ഇതിൻ്റെ മെനു കാർഡ് വരുന്ന ഇതാണ്. ഞങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയാണ്. കാരണം ഇവിടെ വന്നിട്ട് ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ വെച്ചു. ചിക്കൻ ബിരിയാണി ഇത് ഈ ഒരു ഭാഗത്ത് എവിടെയുണ്ട്. ഇത് മട്ടൻ്റെ സെക്ഷൻ. അപ്പോൾ ഇതാ ചിക്കൻ ബിരിയാണിക്ക് ഒരെണ്ണത്തിന് ഫുള്ളിന് 375 രൂപയാണ്. AC ആണ്. മലയാളീസ് ആണല്ലോ നവി. ആദ്യം മലയാളിയാന്ന് വിചാരിച്ചില്ല. ഇവിടെ വന്ന് എടുക്കുന്ന സമയത്ത് ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ച് മലയാളിയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല ബിരിയാണി വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഒരെണ്ണമാണ് പറഞ്ഞത്, കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് അത് നമുക്കറിയാം, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം വാങ്ങിയത്. ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായും വേസ്റ്റ് ആയിക്കോളല്ലോ. വേണമെങ്കിൽ കഴിച്ചിട്ട് ഒരെല്ലാം ഒന്നും കൂടെ പറയാമല്ലോ. ചിക്കൻ്റെ പീസൊക്കെ എത്ര ഉണ്ട് നമുക്ക് നോക്കണം. 4 ചെറിയ പീസുകളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ പീസ് എടുത്ത്, പിന്നെ അതിൻ്റെ അകത്ത് ഒരു മുട്ടേൻ്റെ കഷ്ണമുണ്ട്, പിന്നെ അതിൻ്റെ മസാലയുണ്ട് ബിരിയാണി, പിന്നെ സാലഡ് ഉണ്ട്, നമുക്ക് അച്ചാറുണ്ട്, ഈ ഒരു ഉള്ളിയും കൂടിയുണ്ട്. അപ്പോൾ കഴിച്ചു തുടങ്ങിക്കോ നവി. കഴിച്ചതിന് ശേഷം നമുക്ക് ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് പറയാമല്ലേ. പക്ഷേ ഇത്രയും നടന്നു വന്നത് ഒരു ഉപകാരമായിട്ടാണ്. ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉള്ളത് നമുക്ക് ഉപകാരമല്ലേ. ബിരിയാണിക്ക് ശേഷം ഞങ്ങൾ 2 മാംഗോ മിൽക്ക് ഷേക്കും കൂടെ പറഞ്ഞിരിക്കുകയാണ്. കാരണം ചൂടല്ലേ, ആ സമയത്ത് 2 തണുത്ത് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. എത്ര നടന്ന ചൂടത്ത്, അപ്പോൾ എന്തായാലും ഒരു തണുത്ത് നമ്മൾ കഴിക്കണമല്ലോ. യെസ്, ഇതും കൂടെ കഴിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ജബൽപൂരൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് വരിക. നല്ല കിടലം ഫുഡ് കിട്ടും. പിന്നെ ഞങ്ങൾ ആകെ ഒരു ചിക്കൻ ബിരിയാണിയെ വാങ്ങിച്ചുള്ളൂ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 മാംഗോ ഷേക്കും കൂടെ കുടിച്ചു. അപ്പോഴത്തേക്കും സെറ്റായി. മാംഗോ ഷേക്കിന് വന്ന പൈസ വന്ന 75 രൂപയാണ്. ഒരു ബിരിയാണി വെച്ചാൽ നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്ന് വാങ്ങിയത്. പുറത്ത് പോയി കഴിഞ്ഞാൽ ഹൈദരാബാദൊക്കെ പോയി കഴിഞ്ഞാൽ ബിരിയാണി വാങ്ങാൻ നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഫുഡിന് ബില്ല് അവിടെ ഉണ്ടായ ചേട്ടന്മാരൊക്കെ തിരുവനന്തപുരംകാരാണ്. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് ചെന്ന ചേട്ടൻ കണ്ണൂരിൽ ഇരുട്ടിയാണ്. എല്ലാവരും മലയാളീസ് അല്ല, കുറച്ച് പേര് മലയാളീസ് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് തന്നെ പോവാം. നമ്മുടെ ആ ഒരു കോഫി ഹൗസിൻ്റെ ഭാഗത്ത് തന്നെ ഒരുപാട് മലയാളി കടകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ആർമി ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ്സായത്. ഇനിയൊരു 650 മീറ്ററും കൂടി ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. നേരെ തന്നെയാണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ തലയിലേക്കൂടെ തോർത്തിട്ടത് കണ്ട. അത് ഈ ഒരു ചൂടിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഇങ്ങനെയുണ്ട്. നല്ല ചൂടല്ലേ. അങ്ങനെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റൂമിലോട്ട് പോവാം. അങ്ങനെ തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ജബൽപൂരിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് ആർമിക്കാരെ കാണാനിടയുണ്ടായി. ഇവിടെ നഗരത്തിന് 3 റെജിമെന്റൽ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ജബൽപൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടോൺമെന്റുകളിൽ ഒന്നാണ്. 5 സംസ്ഥാനങ്ങളുടെ സൈനിക ആസ്ഥാനം ഉള്ളത് ഇവിടെയാണ്. 5 സംസ്ഥാനങ്ങളിൽ വരുവാണെങ്കിൽ മധ്യപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഇതിൻ്റെയൊക്കെ സൈനിക ആസ്ഥാനം വരുന്നതുകൊണ്ട് ഒരുപാട് പട്ടാളക്കാരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് കാണാം. പിന്നെ സൈനിക ക്യാമറ നമുക്ക് ക്യാമറ അങ്ങോട്ടേക്ക് എടുത്ത് കാണിക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ഫുഡ് കഴിച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഒരുപാട് സൈനികപരമായിട്ട് ഷോപ്പുകൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പാന്റ്, ട്രാക്കൊക്കെ വാങ്ങുന്ന, ക്യാപ്പൊക്കെ വാങ്ങുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയാണ്. നമ്മൾ ഇന്ത്യൻ കോഫി ഇറങ്ങുന്ന മനു നമുക്കിവിടെ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഷോപ്പൊക്കെ ഉണ്ടല്ലേ, ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്ന് മലയാളികളൊക്കെ അത്യാവശ്യം ഈ ഒരു ഭാഗത്തുണ്ട്. എന്തായാലും ഇന്ന് ജബൽപൂരിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടതുകൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റിലെ ഫുഡ് കഴിക്കാൻ പറ്റി. ഒരുപക്ഷെ അവിടെ പോയിട്ടില്ലെങ്കിൽ മനു നമുക്ക് അല്ലേ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാണല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മ ഈ ഇന്ത്യൻ റെയിൽവേയിലത്തെ ട്രെയിൻ ലൈനിൽ യാത്ര ചെയ്യുന്നില്ലേ,
ഏറ്റവും വൃത്തിയായിട്ട ഫുഡ് ഉണ്ടെങ്കിൽ അത് റെയിൽവേത്തെ ഫുഡായിരിക്കും. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ നമ്മളിവിടെ ജബൽപൂർ ഇറങ്ങിയ സമയത്ത് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു സ്ഥലം ഈ പറഞ്ഞ ജബൽപൂർ റെയിൽവേ സ്റ്റേഷൻ ഇല്ല. രാവിലെ ഒരു കടയിൽ പോയ സമയത്ത് ഇങ്ങനെ അത് 10 മണിക്കാ പോയത്. 10 മണിക്ക് പോയിട്ട് പറഞ്ഞാൽ ഇവിടെ ഇവരെ ഒന്നും റെഡി ആയിട്ടില്ല. അതുപോലെ തന്നെ ഇഡലി അപ്പുറത്ത് വേറൊരു കടയിൽ പോയി നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഈച്ച ഇഡലി അത് കഴിക്കാനുള്ള മനസ്സില്ല. പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്നും ഫുഡില്ല. പിന്നെ ടൗണിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഇവിടുന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഫുഡൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് ഇന്ത്യൻ ഓഫീസിൽ പോയി കുറച്ചും നല്ല രീതിയിൽ കഴിക്കാനുള്ള വെച്ചാണ് ഉച്ചവർഷം അവിടെ ആക്കിയത്. തീർച്ചയായും. അപ്പൊ എന്താ പറയുക, ജബൽപൂരിന്റെ ഈ ചെറിയൊരു കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു മാറ്റം ബൈ.